സുരക്ഷയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും ലോക ശ്രദ്ധയുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് ഒന്നടങ്കം വൻ സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിനിടെ അമേരിക്കൻ വ്യോമാക്രമണം നേരിട്ട ഒരു ചെറിയ തുരുത്താണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. അതാണ് ഗ്രേറ്റർ ട്വിൻ ദ്വീപ്. എന്താണ് ഇറാനിലെ ഈ ദ്വീപിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ചെറിയ ദ്വീപ് ഇത്രയധികം നിർണായകമാകുന്നത്? വിശദമായി അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. US മിലിറ്ററിയുടെ സെൻട്രൽ കമാൻഡ് ഈ തന്ത്രപ്രധാന ദ്വീപിന് നേരെ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത്. കേവലം ഏതാനും ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഈ ചെറിയ മൺതിട്ടയിലേക്ക് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചപ്പോൾ അത് വെറുമൊരു സൈനിക നടപടി മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ആഗോള പ്രതിസന്ധിയുടെ സൂചന കൂടിയായാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണക്കപ്പൽ പാത സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് ചലനവും ആഗോള എണ്ണ വിപണിയെ നേരിട്ട് ബാധിക്കും. പേർഷ്യൻ ഗൾഫിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലേക്കുള്ള പ്രവേശന കവാടത്തിന് തൊട്ടടുത്തായാണ് ഗ്രേറ്റർ ട്വിൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഒരേ സമയം UAE തീരത്തോടും ഇറാന്റെ തെക്കൻ തീരത്തോടും ഇത് അടുത്തു കിടക്കുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന അന്താരാഷ്ട്ര കപ്പൽ ചാലുകളെ കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഉയരത്തിലാണ് ഈ ദ്വീപിന്റെ സ്ഥാനം. ഇറാന്റെ പ്രധാന തീരത്തു നിന്നും ഏകദേശം 27 കിലോമീറ്ററും UAEയിലെ അൽ ഖൈമ തീരത്തു നിന്ന് 80 കിലോമീറ്ററും ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ തന്ത്രപ്രധാനമായ ലൊക്കേഷൻ തന്നെയാണ് ദ്വീപിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ പൂർണ്ണമായി നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ തടസ്സപ്പെടുത്താനും ഈ ദ്വീപ് കൈവശം വെക്കുന്ന രാജ്യത്തിന് സാധിക്കും. ഗ്രേറ്റർ ട്വിൻ ദ്വീപിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ഇറാനും UAEയും തമ്മിൽ പതിറ്റാണ്ടുകളായുള്ള പ്രാദേശിക തർക്കം നിലനിൽക്കുന്നുണ്ട്. ബ്രിട്ടീഷ് സൈന്യം ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയതിന് തൊട്ടു പിന്നാലെ 1971 നവംബറിലാണ് ഇറാൻ ഗ്രേറ്റർ ട്വിൻ, ലെസർ ട്വിൻ, അബു മുസ എന്നീ 3 ദ്വീപുകളുടെ നിയന്ത്രണം സൈനിക നീക്കത്തിലൂടെ പിടിച്ചെടുത്തത്. 1971 നവംബറിൽ UAE എമിറേറ്റ് ആയ റാസ് അൽ ഖൈമയിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറാൻ തുടങ്ങിയതോടെ ഇറാന്റെ ഷാ രാജാവ് ഈ ദ്വീപുകൾ പിടിച്ചെടുക്കുകയായിരുന്നു. അബു മൂസ ദ്വീപിന്റെ കാര്യത്തിൽ ചില ധാരണകൾ ഉണ്ടായിരുന്നുവെങ്കിലും ട്വിൻ ദ്വീപുകളുടെ നിയന്ത്രണത്തെക്കുറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ താൽക്കാലികമായോ അല്ലാതെയോ ഒരു കരാറും ഉണ്ടായിരുന്നില്ല. ഈ ദ്വീപുകൾ തങ്ങളുടെ ചരിത്രപരമായ ഭാഗമാണെന്നും ഇറാന്റേത് നിയമവിരുദ്ധമായ അധിനിവേശമാണെന്നുമാണ് UAE കാലങ്ങളായി വാദിക്കുന്നത്. അന്താരാഷ്ട്ര കോടതികൾ വഴി പ്രശ്നം പരിഹരിക്കാൻ UAE ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറാൻ ഇത് പൂർണ്ണമായും നിരസിച്ചു കളയുകയാണ് ചെയ്യുന്നത്. നിലവിൽ ഈ ദ്വീപ് പൂർണ്ണമായും ഇറാന്റെ ഡിഫാക്ടോ ഭരണത്തിന്റെ കീഴിലാണ്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തെ തുടർന്ന് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്കു കപ്പലുകൾക്ക് നേരെ ഇറാൻ ഭീഷണി ഉയർത്തിയെന്ന് ആരോപിച്ചായിരുന്നു US-ന്റെ വ്യോമാക്രമണം ഉണ്ടായത്. ഗ്രേറ്റർ ട്വിൻ ദ്വീപ് നേരിട്ട് നശിപ്പിക്കുക എന്നതല്ല അമേരിക്കയുടെ ലക്ഷ്യം. പകരം ഇറാൻ അവിടെ സ്ഥാപിച്ചിട്ടുള്ള അത്യാധുനിക കോസ്റ്റൽ ഡിഫൻസ് സിസ്റ്റങ്ങൾ, ക്രൂയിസ് മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ, ഡ്രോൺ ലോഞ്ച് പാഡുകൾ എന്നിവ തകർക്കുക എന്നതായിരുന്നു 90 മിനിറ്റ് നീണ്ടുനിന്ന ഈ സൈനിക ഓപ്പറേഷന്റെ പ്രധാന അജണ്ട. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന അന്താരാഷ്ട്ര കപ്പലുകളെയും എണ്ണ ടാങ്കറുകളെയും ആക്രമിക്കാനുള്ള ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കാനാണ് ഈ വ്യോമാക്രമണം നടത്തിയതെന്ന് US സൈന്യം വ്യക്തമാക്കുന്നു. ഭൂമിശാസ്ത്രപരമായി വളരെ ചെറുതാണെങ്കിലും ഈ ദ്വീപ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇറാൻ ഈ ദ്വീപിനെ തങ്ങളുടെ പ്രതിരോധ കോട്ടയായാണ് ഉപയോഗിക്കുന്നത്. കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഇവിടെ സ്ഥാപിക്കുന്നതിലൂടെ കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായി കൈക്കലാക്കാൻ ഇറാന് സാധിക്കും. എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ ആഗോള എണ്ണ വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരും. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും മിഡിൽ ഈസ്റ്റിൽ നിന്നായതിനാൽ ഈ മേഖലയിലെ അസ്ഥിരത ഇന്ത്യൻ വിപണിയിലും ഇന്ധന വില വർധനവിന് കാരണമാകും.